ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇന്ന് കടന്നുപോയത് കുവൈറ്റിലെ സാൽമിയയിൽ സ്ഥിതി ചെയ്യുന്ന കുവൈറ്റ് സയൻറ്റിഫിക് സെൻറ്റർ എന്ന മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ്. കുവൈറ്റ് സയൻറ്റിഫിക് സെൻറ്റർ അഥവാ KSC എന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫ് മേഖലകളിലെ പരിസ്ഥിതി വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഒരു പ്രധാന കേന്ദ്രമായാണ് കണക്കാക്കപ്പെടുന്നത്. ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ ജബാർ അൽ സബ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഈ കേന്ദ്രം കുവൈറ്റിൽ ആകമാനം വിദ്യാഭ്യാസത്തിനും കലയും വാസ്തുശില്പവും എല്ലാം ഉൾക്കൊള്ളുന്ന വിജ്ഞാന സമ്പന്നമായ ഒരു സ്ഥാപനം കൂടിയാണ്. നമ്മളവിടെ കടന്നു ചെല്ലുമ്പോൾ തന്നെ മനസ്സിന് കുളിർമയേകുന്ന അനേകം കാഴ്ചകൾ നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഏകദേശം 80,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം കെട്ടിടത്തിന് മാത്രം 11,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുണ്ട് എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷവും വിജ്ഞാനവും നൽകുന്ന അനേകം ഗെയിം സോണുകളും വിദ്യാഭ്യാസ പ്രദർശനങ്ങളും നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. കുവൈറ്റ് സയൻറ്റിഫിക് സെൻറ്ററിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അവിടുത്തെ അക്വേറിയം തന്നെയാണ്. വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായ ഒരു അക്വേറിയം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദുബായ് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അക്വേറിയങ്ങൾ ഒന്നാണിത്. 100-ലധികം വ്യത്യസ്ത ജീവജാലങ്ങളെ നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. മരുഭൂമി, തീരപ്രദേശം, സമുദ്രം എന്നിങ്ങനെ 3 വ്യത്യസ്ത പരിസ്ഥിതികളോടെയാണ് അവിടെ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷാർക്കുകൾ, തെരണ്ടികൾ, പെൻഗ്വിനുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പലതരത്തിലുള്ള കടൽ ജീവികളെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ അക്വേറിയം തന്നെയാണ്. നാം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജീവജാലങ്ങൾ പലതും തികച്ചും ആകർഷണപരമായ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളാണ്. കടൽ കുതിരകളും പവിഴപ്പുറ്റുകളും വിവിധ തരത്തിലുള്ള സ്റ്റാർ ഫിഷുകളും ജെല്ലി ഫിഷുകളുമൊക്കെയും നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള മത്സ്യ ജീവജാലങ്ങളെ കടലിൽ എങ്ങനെ നാം കാണുന്നുവോ അങ്ങനെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മെ വല്ലാതെ ആകർഷിക്കുന്ന പ്രധാനമായ ഒരു ഘടകമാണ്. കടലിലെ ഒരു അത്ഭുത ലോകം തന്നെ ഇവർ നമുക്കായി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയത് ഒരു വീക്ക് ഡേയിലായതുകൊണ്ട് തന്നെ വീക്കെൻഡുകളിലുള്ള തിരക്കുകളൊന്നും കൂടാതെ വളരെ സമാധാനമായി സയൻറ്റിഫിക് സെൻറ്റർ മുഴുവനായി എക്സ്പ്ലോർ ചെയ്യാനായി ഞങ്ങൾക്ക് സാധിച്ചു. നിങ്ങൾ കടന്നു പോകുമ്പോൾ കഴിവതും വീക്കെൻഡുകൾ ഒഴിവാക്കി വീക്ക് ഡേയ്സിൽ കടന്നു പോയാൽ നിങ്ങൾക്ക് സമയമെടുത്ത് ആ സയൻറ്റിഫിക് സെൻറ്റർ മുഴുവനായി എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. സമുദ്രജീവികളെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ആളുകളിൽ ആഴമേറിയ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കൂറ്റൻ ഗ്ലാസുകളാൽ നിർമ്മിക്കപ്പെട്ട ഈ അക്വേറിയം അത് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലം തന്നെ നമ്മെ വല്ലാതെ ആകർഷിക്കും. ഒരു കടലിനുള്ളിൽ എങ്ങനെ മത്സ്യങ്ങളെയും ജീവജാലങ്ങളെയും കാണുന്നുവോ ആ തരത്തിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ജീവജാലങ്ങളെ സെറ്റ് ചെയ്യുവാൻ അവർ എടുത്തിരിക്കുന്ന പ്രയത്നങ്ങളെ നാം തീർച്ചയായും അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. ചെറിയ ജീവജാലങ്ങൾ മുതൽ വലിയ മത്സ്യങ്ങളെ വരെ ക്രമീകൃതമായ രീതിയിൽ അവരവിടെ പ്രദർശിപ്പിക്കുന്നത് തികച്ചും അഭിനന്ദാർഹമായ ഒരു ഘടകം തന്നെയാണ്. മറ്റ് പലതരത്തിലുള്ള ആകർഷണങ്ങൾ സയൻറ്റിഫിക് സെൻറ്റർ നമുക്കായി ഒരുക്കിയിരിക്കുന്നു എങ്കിൽ തന്നെയും അവിടെ ചെല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറെ ആകർഷിക്കുന്നത് ഈ അക്വേറിയത്തിൽ കൂടുള്ള യാത്രയും നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിവിധ ജീവജാലങ്ങളെ കാണുവാൻ സാധിച്ച ഓർമ്മകളും തന്നെയായിരിക്കും. സയൻറ്റിഫിക് സെൻറ്ററിൽ പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് 6 കേടിയാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമായിരിക്കും സൗജന്യമായി ഇതിൽ പ്രവേശിക്കാനായി സാധിക്കുന്നത്. കുവൈറ്റിൽ താമസിക്കുന്നവർ ഒരിക്കലെങ്കിലും സയൻറ്റിഫിക് സെൻറ്റർ സന്ദർശിക്കുന്നത് അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത നല്ല ഒരു അനുഭവമായിരിക്കും എന്ന് പറയുന്നതിൽ അതിശോക്തി ഒട്ടും പറയാനില്ല. സ്കൂളിൽ നിന്ന് പല കുഞ്ഞുങ്ങളെയും ഗ്രൂപ്പായി ഈ സയൻറ്റിഫിക് സെൻറ്ററിൽ കൊണ്ടുവരുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ കാണുവാനിടയായി. ഈ അക്വേറിയം എന്നതിലുപരി ഈ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുവാനും മറ്റ് പല വിദ്യാഭ്യാസ മേഖലയിലുള്ള പല എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുവാനും ഇവർക്കിവിടെ സാധ്യതകൾ ഒരുക്കുന്നുണ്ട്. അക്വേറിയം മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ജിയോഗ്രഫി അങ്ങനെ പലതരത്തിലുള്ള
വിദ്യാഭ്യാസ മേഖലകൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് നമ്മെ വല്ലാതെ ആകർഷിക്കും. കൂറ്റൻ ഗ്ലാസുകൾക്കിടയിലൂടെ നാം നടക്കുമ്പോൾ ഒരു സമുദ്ര ലോകത്ത് ചെന്ന പ്രകൃതിയാണ് നമുക്ക് അവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് ഇത് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. TV-കളിലും മറ്റ് പുസ്തകങ്ങളിലും പടങ്ങളായും വീഡിയോകളായും മാത്രം കണ്ടിട്ടുള്ള ഈ മനോഹര ജീവജന്തുക്കളെ അടുത്ത് കാണുന്നത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ഷാർക്കുകൾ പോലുള്ള വലിയ മത്സ്യങ്ങൾ മുതൽ വൈവിധ്യമാർന്ന ചെറിയ മത്സ്യങ്ങളെ വരെ തികച്ചും ആകർഷകപരമായ രീതിയിലൂടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം തന്നെയാണ്. ഞങ്ങൾ ചെന്ന സമയം മീനുകൾക്കും മറ്റും ആഹാരം കൊടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരു ഡൈവർ അതിലിറങ്ങി ഓരോ മത്സ്യങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നത് കൃത്യമായി കാണാൻ സാധിച്ചത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ സ്വദേശികളിൽ ചിലരല്ലാതെ വിദേശികളിൽ ആരെയും നിങ്ങൾക്ക് അവിടെ കാണുവാനായി സാധിച്ചില്ല. അക്വേറിയം പോലെ തന്നെ മറ്റ് പല സവിശേഷതകളും നമുക്കവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. വിവിധ തരം ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള പ്രദർശനങ്ങൾ ഇവിടെ ഉണ്ട്. കാന്തിക, സൗരോർജ, ഗതിക ഊർജങ്ങൾ തുടങ്ങിയ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ വിനോദപരമായ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിജ്ഞാനപ്രദമാകുന്ന രീതിയിലാണിത്. ഐമാക്സ് തിയേറ്ററും ദൗ ഹാർബറും മറ്റ് ചില പ്രത്യേകതകളിൽ ചിലത് മാത്രമാണ്.